നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടകരയിൽ പാഴ്സൽ ലോറിയിൽ രാസലഹരി കടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. വലപ്പാട് സ്വദേശി അജ്മലാണ് പിടിയിലായത്. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി തമിഴ്നാട് സ്വദേശി മുത്തുവാണ് പിടിയിലായത്. പുത്തൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൊങ്ങമ്പാറ സ്വദേശി ബദ്രീനാഥാണ് മരിച്ചത്. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ദ്രവിച്ച എർത്ത് കമ്പിയിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് വണ്ടി തടഞ്ഞ് MVI പിഴ ഈടാക്കി. തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവാണ് 4000 രൂപ പിഴ ഈടാക്കിയത്. ഔദ്യോഗിക വാഹനം തടഞ്ഞുവെന്ന് ആരോപിച്ച് MVIക്കെതിരെ കേസെടുക്കാൻ പോലീസ് നീക്കം. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കത്തിക്കയറുന്നു. ജില്ലയിൽ ഇറച്ചിക്കോഴിയുടെ റീറ്റെയിൽ വില കിലോയ്ക്ക് 173 രൂപയും മൊത്തവില 155 രൂപയുമാണ്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന് മുന്നിൽ കീഴടങ്ങി പോർച്ചുഗൽ. ആതിഥേയരായ അമേരിക്ക പുറത്ത്. ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെ നേരിടും. നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതി അറസ്റ്റിൽ. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൈകാതെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ചാവക്കാട് തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ഭീമൻ തിമിംഗലത്തിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. 25 അടിയോളം നീളമുള്ള തിമിംഗലത്തിന്റെ ജഡം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. ജനജീവിതം ദുസ്സഹമാക്കുന്ന ചേലക്കര മേഖലയിലെ കാട്ടാനശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് കേരള സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നിവേദനം നൽകി. കാട്ടാനകളെ പീച്ചി റിസർവിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ശക്തമായ പ്രതിരോധ സംവിധാനം തീർക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പഴയന്നൂർ തിരുവല്ലോമല സംസ്ഥാന പാതയിൽ നിന്നും കുത്താമ്പുള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സിഗ്നൽ സംവിധാനങ്ങളില്ലാത്തതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. കുത്താമ്പുള്ളി മായന്നൂർ പാലം യാഥാർത്ഥ്യമായതോടെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രദേശവാസികൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. വലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും ഫ്രഷേഴ്സ് ഡേയും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിനെതിരെ കേസെടുത്ത സർക്കാർ നടപടിക്കെതിരെ തിരുവല്ലോമലയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഹിന്ദു ഐക്യവേദി തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കാൽനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. കാറളം പഞ്ചായത്തിൽ LDFന്റെ ദുർഭരണമാണെന്നാരോപിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഴമ്പാലക്കോട് SMM സ്കൂളിൽ പ്രതിഭോത്സവം സംഘടിപ്പിച്ചു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങ സൈരൻ സ്പെഷ്യൽ സ്കൂളിൽ കാൻഡിൽ മേക്കിംഗ് കോഴ്സ് തുടങ്ങി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനായ കുഞ്ഞാലിപ്പാറ സ്വദേശി TK സുദർശനെ ജൈവ കർഷക സമിതി മറ്റത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. കളഞ്ഞുപോയ സ്വർണമാല ഉടമസ്ഥന് നൽകി പാടൂർ കടവ് ചായക്കൂട്ടം കടയിലെ ജീവനക്കാരൻ ഹനീഫ മാതൃകയായി. മുല്ലശ്ശേരി താണവീതിയിലുള്ള ചങ്ങരകുമരത്ത് പ്രവീണിന്റെ 2 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. അഴീക്കോട് അഴിമുഖത്ത് തിരമാലയിൽപ്പെട്ട് ഉലഞ്ഞ വള്ളത്തിൽ വീണ് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ശിവശക്തി എന്ന വള്ളത്തിലെ തൊഴിലാളികളായ ജനാർദ്ദനൻ, കുഞ്ഞുമോൻ, അഭിലാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെയും ടൂറിസം വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല രാജൻ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു.
പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. അനുസ്മരണ പരിപാടികൾക്ക് പ്രധാന അധ്യാപിക നിഷ ആന്റണി, SRG കൺവീനർ K രാധിക എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകരയിൽ PD തരിയൻ മെമ്മോറിയൽ YMCA മെറിറ്റ് ഡേ ആഘോഷിച്ചു. MLA C രവീന്ദ്രനാഥ് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സ്വദേശികളായ കുറുപ്പത്ത് വീട്ടിൽ സന്തോഷ് അശ്വതി ദമ്പതികളുടെ ഇളയ കുട്ടിയുടെ പേരിടൽ വ്യത്യസ്തമായി. നാടെങ്ങും ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ കടുത്ത അർജന്റീന ആരാധകരായ ഇവർ ഇളയ കുട്ടിയുടെ പേരിടൽ ചടങ്ങാണ് വ്യത്യസ്തമാക്കിയത്. ഗ്യാസ് സിലിണ്ടർ ബന്ധിപ്പിക്കുന്നതിനിടയിൽ റെഗുലേറ്റർ നോബ് പൊട്ടിത്തെറിച്ചു. പഴയന്നൂർ കിളിനിക്കടവ് പാലക്കപ്പറമ്പിൽ സുമേഷിന്റെ വീട്ടിലാണ് സംഭവം. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. വയനാട് മണ്ണിടിച്ചിലിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 4 പേരെ കാണാനില്ല. 9 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടം ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ 5ാമത് CF ജോർജ് മാസ്റ്റർ സ്മാരക പുരസ്കാര സമർപ്പണം നടന്നു. നാടക പ്രവർത്തകനും അഭിനേതാവുമായ മാത്യൂസ് പാവർട്ടിക്ക് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുരസ്കാരം സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ലഹരി വിരുദ്ധ ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മദ്യവിമോചന പ്രവർത്തക മഞ്ജുഷ രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാർക്ക് പിന്തുണയേകി സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ അമല ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൂരകം അമ്മ തിരുവള്ളി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തുന്ന ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുടെ പത്രികാ പ്രകാശനം നടന്നു. ക്ഷേത്രം മേൽശാന്തി അരിത്തോട്ടം പ്രസാദ് നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയന് ആദ്യ പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. മുണ്ടൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കർമ്മസേന രൂപീകരിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.